ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഇടയ്ക്ക് ചെയ്യുന്നതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട SSLC സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. എന്താണ് ഇനി പഠിക്കേണ്ടത്? അതെ, പരീക്ഷകളൊക്കെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തീരാൻ പോവുകയാണ്. SSLC എക്സാംസ് തീരാൻ പോകുന്നു, നിങ്ങളുടെ SSLC ബാച്ചും തീരാൻ പോകുന്നു. ഇനി എവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ എന്ത് പഠിക്കണം, എങ്ങോട്ട് പോകണം എന്ന കൺഫ്യൂഷൻ ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, അതിലുപരി നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു കരിയർ പാത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതെടുത്താൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സമയത്ത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് റിസർച്ച് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ നിങ്ങൾ ഇതുവരെ പഠിച്ചത് 1 മുതൽ 10 വരെ എല്ലാവരും ഒന്നുകിൽ നിങ്ങൾ CBSE പഠിച്ചിട്ടുണ്ടാകും, അതല്ല എങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ ICSE. ഏത് തന്നെ ആയാലും ഈ വീഡിയോ കാണുന്നത് മെജോറിറ്റി സ്റ്റേറ്റ് ബോർഡ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുന്നിലേക്കുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്താണ്? +2 ആണല്ലേ. +2 എടുത്തു കഴിഞ്ഞാൽ +2 അല്ലാതെയും ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ സംസാരിക്കും അതിനെക്കുറിച്ച്. ഇനി +2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ, 3 മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാം. സയൻസിലും മാത്സിലും ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നല്ല മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തുടർന്ന് പഠിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ രീതിയിലുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രീമുകളിലേക്ക് പോകാം. പ്രധാനമായിട്ടും എന്താണുള്ളത്? PCM ഉണ്ട്, PCB ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ +2ലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫിസിക്സ് കെമിസ്ട്രി മാത്സ് രീതിയിലുള്ള കോമ്പിനേഷൻ സയൻസ് സ്ട്രീം എടുക്കാം. അതല്ല എങ്കിൽ ബയോളജി കൂടി വരുന്ന സയൻസ് സ്ട്രീമുകൾ എടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി നീറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, ഫാർമസി അങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് എങ്കിൽ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി AI, ടെക്, റോബോട്ടിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിന്നീട് വരാൻ പറ്റുന്ന പലതരത്തിലുള്ള എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കീം, B.Pharm ഇതെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും മുന്നോട്ട് ആ രീതിയിലുള്ള സയൻസ് സ്ട്രീമുകളിലേക്ക് ഡിഗ്രി എടുക്കാനും പറ്റുകയുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷനാണ് കൊമേഴ്സ്. കൊമേഴ്സ് ഈ കാലത്ത് വളരെയധികം എമർജിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ സയൻസ് എടുത്തവർ മാത്രമാണ് നല്ല പഠിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൊമേഴ്സ് എടുത്താൽ എന്താണ് പ്രധാനമായിട്ടും? നിങ്ങൾക്ക് അക്കൗണ്ടൻസി പഠിക്കാൻ വരും, ബിസിനസ് സ്റ്റഡീസ് വരും, എക്കണോമിക്സ് വരും, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് വരും. ഈ രീതിയിൽ നിങ്ങൾക്ക്, അതായത് ഫിനാൻഷ്യലി ഇപ്പോൾ ട്രേഡിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റാർട്ടപ്പ് ഒക്കെ നടത്താൻ താല്പര്യമുള്ളവരാണ്, GST, ടാലി അങ്ങനെയുള്ളതൊക്കെ പഠിക്കണം, അറിയണം എന്നൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ബികോം ഒക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ കൊമേഴ്സ് എടുക്കണം എന്നുള്ളതാണ്. +2 കൊമേഴ്സ് എടുക്കുക എന്നുള്ളത്. ഇനി അതല്ലാത്ത മറ്റൊരു ഓപ്ഷൻ എന്താണ്? ആർട്സ് സബ്ജക്റ്റ് ആണ്. ആർട്സ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന സബ്ജക്ട്സ് ആണ്. അവിടെ നിങ്ങൾ എന്തൊക്കെ പഠിക്കും? ഇപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ PSC ആണ് നിങ്ങളുടെ ആഗ്രഹം, അതല്ല എങ്കിൽ ഗവൺമെന്റ് ജോബ് ആ രീതിയിലൊക്കെ, അല്ലെങ്കിൽ ജേർണലിസം അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്കിൽ, വക്കീൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. അവിടെ എന്തൊക്കെ നിങ്ങൾ പഠിക്കും? ഹിസ്റ്ററി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിലൂടെ LLB ചെയ്യാം. ദെൻ ഫോറിൻ ലാംഗ്വേജസ് ഒക്കെ വരുന്ന ചില സ്പെഷ്യലൈസ്ഡ് കോഴ്സ് വരെ ഇപ്പോൾ +2 ഈ ആർട്സ് റിലേറ്റഡ് ആയിട്ട് ഉണ്ട്. B.Edന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ഞാൻ നോക്കിയിട്ട് എന്താണ്, ഈ കൊമേഴ്സിനെക്കാളും ഒക്കെ മറ്റത് സയൻസ് ഫീൽഡാണ്, മറ്റത് ഫിനാൻഷ്യൽ ഫീൽഡാണ്. B.Ed ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും. സയൻസ് ടീച്ചറൊക്കെ ആവണമെങ്കിൽ മറ്റത് പഠിച്ചിട്ട് B.Ed എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ. ഇനി ഇതല്ലാതെ എന്തൊക്കെയാണ് ഓപ്ഷൻ? ഇതല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡിപ്ലോമ ലെവലിലുള്ള കോഴ്സുകൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ 2 രീതിയിലുണ്ട്. ഒന്ന് ITIയിൽ പോവുക, 2 വർഷത്തെയും 6 മാസത്തെയൊക്കെ സർട്ടിഫൈഡ് കോഴ്സുകൾ ചെയ്തുകൊണ്ട് ആ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പോവുക എന്നുള്ളതാണ്. ജോലി മേടിക്കാം, പക്ഷേ അതിൻ്റെ സാലറി തുടക്കത്തിൽ കുറവായിരിക്കും എന്നുകൂടി മനസ്സിലാക്കാം. പക്ഷെ പെട്ടെന്ന് സ്കിൽഡ് ആയിട്ടുള്ള ജോലികൾ കിട്ടും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സുകൾ, ഞാൻ പറഞ്ഞു ആദ്യം ITI അല്ലെങ്കിൽ പോളിടെക്നിക്കിലും ഈ 10 കഴിഞ്ഞവർക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല കൃത്യമായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ആ ഒരു കാര്യത്തിൽ മാത്രം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതല്ലാതെ മറ്റൊന്ന് VHSC ആണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്. ഇവിടെ നിങ്ങളുടെ സാധാരണ മാർക്കിംഗ് സ്കീം, അതായത് പഠനത്തിൽ നിന്ന് മാറി നിങ്ങൾ ഒരു സ്കില്ല് കൂടി അക്യൂർ ചെയ്യുകയാണ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് VHSCയിൽ നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക്ഷോപ്പുകൾ ഉൾപ്പെടെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിനുൾപ്പെടെയുള്ള പരീക്ഷകളും പ്രാക്ടിക്കൽ എക്സാമുകളുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? +2 VHSC എടുക്കുന്ന ഒരു വിദ്യാർത്ഥി എഴുതാൻ പോകുന്നത്. ഇതല്ലാതെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരുപാട് സർട്ടിഫൈഡ് കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ ആയാലും, റീറ്റെയിൽ മാനേജ്മെന്റ് ആയാലും, ടൈലറിങ്ങും, അത് ആ രീതിയിൽ പോകുന്നവർക്ക് വേണ്ടിയാണ് സർട്ടിഫൈഡ് കോഴ്സുകൾ. അതല്ല എങ്കിൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള
പലതരത്തിലുള്ള സ്കീമുകളുണ്ട്. തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 10 വെച്ചുകൊണ്ട് തന്നെ പല സ്കീമുകൾ വഴി നിങ്ങളുടെ അപ്സ്കില്ലിംഗ് നടത്താം എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ് ലഭിക്കുന്ന ജോലികളുടെ ചാൻസസ് കൂടുതലായിരിക്കും. പക്ഷേ ആ ഒരു വൈഡർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എത്തണം എന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സ്കെയിലിംഗ്, ആ ഒരു പാക്കേജിലേക്ക് നിങ്ങൾ എത്തണമെന്നില്ല. ദെൻ ക്രിയേറ്റീവ് പ്രൊഫഷണൽ ഡിപ്ലോമാസ് ഉണ്ട്. പ്രധാനമായിട്ടും DCA, ഗ്രാഫിക് ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, ഫിലിം ആൻഡ് ആർട്ട് സർട്ടിഫിക്കറ്റിംഗ്, ടാലി ആൻഡ് അക്കൗണ്ടിങ്. ഇതെല്ലാം 10ാം ക്ലാസ് പഠിച്ചവർക്കും ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് സ്കൂളുകൾ, ഈ പറയുന്ന പോലെ പുതുതായിട്ട് വരുന്ന നമ്മുടെ എൻട്രൻസ് എക്സാമിനും കൂടി വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഈ രീതിയിലുള്ള കോഴ്സുകളിൽ അതായത് +1 +2 ആണ്, അതിൻ്റെ കൂടെ എൻട്രൻസ് എക്സാം ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ ആ രീതിയിലും പോകാം. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഇതിൽ പെട്ടെന്ന് കവർ ചെയ്ത് പോയി. ഇതിൽ പർട്ടിക്കുലർ എന്തെങ്കിലും മേഖലയെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും.